ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി സാവരിയ ബസന്തിന്റെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് വി മുരളീധരൻ എം.എൽ.എ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം സംസ്ഥാന സർക്കാരുമായി കേന്ദ്ര സർക്കാർ കൂടിയാലോചിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉറപ്പുവരുത്തണം. സാവരിയ ബസന്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം പ്രതികരണത്തിൽ കുട്ടിയുടെ സഹപാഠിയായിരുന്ന ഒരു മലയാളി തന്നെ ആയിട്ടുള്ള സദറുൽ അനം സാവരിയെ മതം മാറാനും പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ സർക്കാർ വളരെ ഗൗരവമായിട്ട് കാണണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ നടന്ന സംഭവത്തിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാൻ ആരും മുതിരാതിരിക്കുകയുള്ളൂ. പ്രാഥമിക അന്വേഷണം നടത്താനാണ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രാഥമിക അന്വേഷണം അടിയന്തരമായിട്ട് നടത്തി ഇതിൻ്റെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധപ്പെട്ട ഏജൻസികളെ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. സുധീഷെ, മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി ഒരു സാവരിയ ബസന്ത് ഉണ്ടാകാനും പാടില്ല, ഇനി ഒരു സനം ഉണ്ടാകാനും പാടില്ല. അപ്പോൾ അതിനുവേണ്ടി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ വി മുരളീധരൻ എം.എൽ.എ. ആവശ്യപ്പെടുന്നത്. അപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ, സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടണം, കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിക്കണമെന്ന്. എന്തൊക്കെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? ഒപ്പം ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലൊരു മുൻകൈ എടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം നമുക്കറിയാലോ, ഈ വിഷയത്തിൽ മറ്റാരും പ്രതികരിച്ചിട്ടില്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒഴിച്ചാൽ. അശ്വതി, അതുതന്നെയാണ് ഇതിലെ സാഹചര്യം. ഇപ്പം മരണപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും CPM-ൻ്റെയോ ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ രമേശ് ചെന്നിത്തല ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു നേതാവോ ഈ വീട്ടിൽ പോവുകയോ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആരായുകയോ പോലും ചെയ്യാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം BJP നേതാക്കളും അതോടൊപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, ഇത്രയും പേരാണ് ഇവിടെ ഈ വീട് സന്ദർശിക്കുകയും അവർക്ക് പറയാനുള്ള അവരുടെ സങ്കടങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് വി മുരളീധരൻ നേരിട്ട് ഇവരുടെ വീട്ടിലെത്തിയാണ് ഈ സാവരിയ ബസന്തിൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കുകയും അവരുമായി കാര്യങ്ങൾ ആരായുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വി മുരളീധരൻ MLA വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമിക ഒരു അന്വേഷണം എന്ന നിലയിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ അത് എത്രയും വേഗം പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൻ്റെ അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുന്നതിനുള്ള നടപടികൾ അത് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകണം. കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ചുകൊണ്ട് അത്തരം CBI ഏജൻസിയെ, CBI പോലെ ഇല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം കൃത്യമായി നടത്താൻ സാധിക്കുന്ന ഒരു ഏജൻസിയെ ഇത് ഏൽപ്പിക്കാൻ വേണ്ട നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നതാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വി മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സാവരിയ ബസന്ത് മാത്രമല്ല ഇത്തരത്തിൽ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠനത്തിനായി പോയിട്ടുള്ള നിരവധിയായ മലയാളി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ ഈ കൊലപാതകം നടന്നു, ഇതെല്ലാം സംബന്ധിച്ച് വളരെ ഗൗരവത്തോടെ പരിശോധിച്ച് അതിൻ്റെ തെളിവുകൾ കണ്ടെത്തുകയും അതിന് പരമാവധി ശിക്ഷ നൽകിക്കൊണ്ട് ഇനിയും ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക. ഈ സാവരിയ ബസന്തിനെ തന്നെ കാശ് മുടക്കി ഇത്തരത്തിൽ വിടുമ്പോൾ ഒരു ഡോക്ടറായി വരിക, മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാതാപിതാക്കൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അയച്ചത്. എന്നാൽ മടങ്ങി വരുന്നത് ചേതനയറ്റ ശരീരമാണ്. അപ്പോൾ ആ ഒരു ദുരവസ്ഥ അത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാവുന്നതല്ല. അത്തരം ഒരു ദുരനുഭവം ഇനിയും മറ്റൊരാൾക്കും ഉണ്ടാവരുത്. അതിന് ഉതകുന്ന രീതിയിലുള്ള പരമാവധി ശിക്ഷ ഈ സദറുൽ അനത്തിന് ലഭിക്കത്തക്ക രീതിയിൽ സർക്കാർ ഗൗരവതരമായി ഇതിൽ ഇടപെടണം എന്ന ആവശ്യമാണ് വി മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. അതിന് CBI അന്വേഷണം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശരി സുധീഷ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും നിർണായക ഇടപെടലാണ് വി മുരളീധരൻ MLA നടത്തിയിരിക്കുന്നത്. നോക്കൂ, ഈ സാവരിയ ബസന്തിന്റെ വീട്ടിൽ ഇതുവരെയും മറ്റ് ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, കോൺഗ്രസ് ഉണ്ട്, LDF ഉണ്ട്, പക്ഷെ ഒരു നേതാക്കൾ പോലും അവിടെ എത്തിയിട്ടില്ല. ആകെ പ്രതികരിച്ചത് ചെന്നിത്തല മാത്രമാണ്. കാരണം ചെന്നിത്തലയ്ക്ക് പ്രതികരിച്ചേ മതിയാകൂ, കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്നത്. എന്നാലും ഇപ്പോൾ വി മുരളീധരൻ MLA ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം, അതിന് സംസ്ഥാന സർക്കാർ ഇവിടെ നിന്നും വേണ്ട സമ്മർദ്ദം ചെലുത്തണം, വേണ്ട ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും സാവരിയുടെ വീട്ടിൽ നിന്നും പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ.